കാര്യം പറയണം. ഇനി തൊട്ട് സിരിത്തെ ശിവയല്ല, കങ്കോ ശിവ. ഓക്കെ, കങ്കോ ശിവ നോക്കിയും കണ്ടോ. CG ഒക്കെ അടിപൊളിയായിരുന്നു. പടം പക്ഷെ കൊള്ളില്ലെന്നേ ഉള്ളൂ. കത്തിച്ചതാ അവിടെ കത്തി രാമ്പലായിരിക്കുന്നു. പോയി അതൊക്കെ ശരിയായി കൊടുക്കും. എനിക്കൊന്നും പറയാനില്ല. എന്നെ വിടണം. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. എല്ലാവരും ഉറക്കമായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് അതൊന്നും അറിയത്തില്ല. ഭയങ്കര മോശം. ഒരു തുടക്കം മുതലേ ഒരു തൊലിഞ്ഞ കോമഡിയാണ്. ഒന്നും ഏറ്റിട്ടില്ല. ഭയങ്കര ഒരു മോശമായിട്ടുള്ള കോമഡിയും പിന്നെ സെന്റിമെന്റ്സ്, ഓവർ സെന്റിമെന്റ്സ്. സൂര്യയെ പ്രതീക്ഷിക്കാത്തൊരു ഊമ്പിയ സിനിമ. ഒട്ടും കൊള്ളൂല. വളരെ മോശം. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. മലങ്കൾട്ട് ഇതുപോലെ മലങ്കൾട്ട് ഇനി ഇടക്കാലത്തൊന്നും ഇറങ്ങാനില്ല. ഞങ്ങളുടെ സൂര്യ നടൻ മാത്രം കൊള്ളാം. ബാക്കിയൊന്നും കൊള്ളൂല. ഫ്രാൻസിസ് കൊള്ളൂല, കങ്കുവ കൊള്ളൂല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളൂല, എഡിറ്റിംഗ് കൊള്ളൂല, VFX കൊള്ളൂല, പടമേ കൊള്ളൂല. സത്യം പറഞ്ഞാൽ പടത്തിന്റെ ആവശ്യമേ ഇല്ല. പ്രതീക്ഷയില്ല ബ്രോ. നമുക്ക് അത് പ്രതീക്ഷയില്ല. ഒരുമാതിരി ടു ബി ഫ്രാങ്ക് ഒരു മൂഞ്ചിയ പടമാണ്. മൂഞ്ചിയ പടം. ഒന്നും കണ്ടിട്ട് കാര്യമില്ല. പൈസ പോയതല്ലാതെ 250 രൂപ സെയിം കരച്ചിലാണ്. കരയാൻ മാത്രമേ പറ്റുള്ളൂ. കരയാനുള്ള പടം മാത്രമേ ഉള്ളൂ. കൊള്ളൂല. ഇല്ല, കമ്പാക്ക് ഒന്നും പറയാൻ പറ്റൂല. അടുത്ത സൂര്യ 44-ലാണ് കമ്പാക്ക്. ശിവാണന്റെ പണ്ണല് കുറച്ച് കടുത്തുപോയി. ഒരു കുഴപ്പമില്ല ബ്രോ. സൂര്യയുടെ ബെസ്റ്റാണ്. സൂര്യയുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി വൈസ് ശിവ ഒരു ഡിസപ്പോയിന്റിംഗ് ആണ്. അത്ര എന്ത് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതീക്ഷിച്ചതിന്റെ അത്ര ഹോപ്പൊന്നും ഇല്ലായിരുന്നു ആ പടത്തിൽ. അത് വേറെ ലെവൽ. എൻ്റെ ഉമ്മ ഇങ്ങനെയുണ്ട് ആ സൂര്യ. സംഭവം സത്യം പറഞ്ഞ പടം അവൻ വായിച്ചില്ലെന്നാണ് തോന്നുന്നത്. വായിച്ചില്ല.